ഇതിപ്പോൾ എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണേ. അപ്പോൾ ആദ്യം നമുക്ക് ലഞ്ചൊക്കെ വിളമ്പാം, എന്നിട്ടത് റെഡിയാക്കാം. ഈ തണുപ്പത്ത് നല്ല അടിപൊളി ചൂട് ചോറും കൂടെ കഴിക്കാനായിട്ട് അച്ചിങ്ങാപ്പയർ തോരനും ബ്രൊക്കളിയും കടലയും നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ മസാല ചേർത്തിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടി നമ്മൾ രാവിലത്തെ ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കിയതാണേ. പിന്നെ ഇതാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്ന തോരൻ. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു ഫിഷ് ഫ്രൈ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാളയും പിന്നെ നമ്മൾ മീനിൻ്റെ തല കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലക്കറിയുടെ തല എടുക്കുന്നില്ല, പകരം ചാറ് മാത്രം എടുക്കുന്നു. പിന്നെ 2 കഷ്ണം നെല്ലിക്കാച്ചാറും വെച്ചാൽ ലഞ്ച് അടിപൊളി. ഇനി നമുക്ക് ബ്രൊക്കളിയുടെ തോരൻ റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഞാൻ 2 ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഒരെണ്ണം മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊരെണ്ണം നമ്മൾ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ കുഴഞ്ഞു പോകത്തില്ല, നല്ല ഓരോന്നായിട്ടുള്ള രീതിയിൽ കിട്ടും. അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഇതിൻ്റെ ആ പച്ച നിറം അങ്ങ് മാറണ്ട കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാലയും ഒരു 2 പിടി തേങ്ങായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് കൈ വെച്ചിട്ട് അങ്ങ് ഇളക്കി മറിച്ചൊന്നും നമുക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനധികം വേവില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറയാക്കിയെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ബ്രൊക്കലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവേ. പിന്നെ എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ മലയാളികൾ കുഴഞ്ഞു പോകാത്ത ഏത് പച്ചക്കറി കിട്ടിയാലും മെഴുക്ക് വരട്ടിയും തോരനും ഒക്കെ റെഡിയാക്കത്തില്ലേ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ റെഡിയാക്കി നോക്കണം ഉറപ്പായിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്കിവിടെ മാർക്കറ്റിൽ പെർ kgക്ക് ഒരു 30-40 രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ നമ്മളിതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൂടെ. നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കവർ ചെയ്തൊന്ന് കുക്ക് ചെയ്യുക. അതിൽ ആവിയിലുള്ള വെള്ളത്തിൽ ഇത് വെന്തോളൂ. അധികം വേവൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്